കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കുള്ള പാറ തുരക്കൽ ഇന്ന് തുടങ്ങുകയാണ്. ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. രാവിലെ 11 മണിക്ക് മറിപ്പുഴ പദ്ധതി പ്രദേശത്താണ് ഈ ചടങ്ങ് നടക്കുക. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാതയുടെ ബ്ലാസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കുക. BS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ വികസന തുരങ്കമാണ്. ആ വികസന തുരങ്കം എന്നുള്ളത് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന, വയനാടുകാർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങാം. ഒരു പ്രതീക്ഷയുടെ പദ്ധതിയാണല്ലോ. എന്താണ് ഈ പദ്ധതി? എത്ര വേഗത്തിൽ അത് പൂർത്തിയാകും? എങ്ങനെ തുടങ്ങാൻ പോകുന്നു? ഈ ഉദ്ഘാടന ചടങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്മൃതി, ഞാൻ നിൽക്കുന്നത് ഈ പദ്ധതി പ്രദേശത്താണ്. അതായത് ഈ ബ്ലാസ്റ്റിംഗ് നടക്കാൻ പോകുന്ന മറിപ്പുഴ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ഇന്ന് 11 മണിക്കാണ് പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ബ്ലാസ്റ്റിംഗ്, ശരിക്കും പറഞ്ഞാൽ ഈ തുരങ്കപാതയുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ന് 11 മണിക്ക് നടക്കും. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടക്കുക. ഈ ചടങ്ങ് നടക്കുന്ന പദ്ധതി പ്രദേശത്തേക്ക് 10-11 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രി, MLA തുടങ്ങിയ ആളുകൾക്ക്, ലിൻഡോ ജോസഫാണ് ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഇതിന്റെ താഴെ ഭാഗത്ത് വലിയ സ്ക്രീനിൽ നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടി ഈ പദ്ധതിയുടെ ദൃശ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ പദ്ധതി ഈ നാടിന്റെ കൂടി സ്വപ്നമാണ്. കാരണം ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ അവരുടെ ഭൂമിക്കും അവരുടെ സമ്പാദ്യത്തിനും ഒക്കെ വില കൂടുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും ഞാൻ ഈ ദൃശ്യങ്ങളിലേക്ക് ശബരി ഇവിടേക്ക് നോക്കിയാൽ നമുക്ക് ഇതാണ് ആദ്യത്തെ ബ്ലാസ്റ്റിംഗ്. ഈ രണ്ട് പ്രദേശത്ത് ഇവിടെ RHS എന്ന് പറയുന്ന ഒരു ബ്ലാസ്റ്റിംഗ് ഏരിയ, അതോടൊപ്പം തൊട്ടപ്പുറത്ത് രണ്ടാമതായിട്ട് 2 ഏരിയയിൽ ഒരേ സമയത്ത് ബ്ലാസ്റ്റിംഗ് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുരങ്കം ഇവിടെ നിന്ന് ഇപ്പോൾ മറിപ്പുഴ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് മേപ്പാടി കള്ളാടി ഭാഗം വരെയാണ് ഇതിന്റെ തുരങ്കം ഉണ്ടായിരിക്കുക. 8.753 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 9 മീറ്റർ, 9.25 മീറ്റർ ഹൈറ്റിലാണ് വരുന്നത്. ഇതിന്റെ എക്സ്പ്ലോഷനുള്ള സാധനങ്ങളൊക്കെ നോക്കൂ ഷബീർ, ഈ എക്സ്പ്ലോഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട്. എക്സ്പ്ലോഷൻ നടത്താനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇതാണ് ഇതിന്റെ ഡ്രില്ലിംഗ് മിഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് മല തുരക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ വൈലോപ്പിള്ളിയുടെ മല തുരക്കൽ എന്ന് പറയുന്ന കവിതയൊക്കെ ഉണ്ട്. അത് മല തുറന്ന് പോവുകയാണ് ചെയ്യുന്നത് കൽപ്പണിക്കാർ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് ഈ മെഷീൻ ഉപയോഗിച്ച്, ബൂമർ എന്ന് പറയുന്ന ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുറന്ന് അപ്പുറത്തേക്ക് എത്താനുള്ള പദ്ധതിയാണ്. 2000 കോടി ചെലവിൽ കിഫ്ബിയിലെ പദ്ധതിയായിട്ടാണ്. നമുക്ക് കിഫ്ബിയുടെ ഒരു വലിയ കിഫ്ബിയുടെ ഒരു വിജയമായല്ലേ, കിഫ്ബി പദ്ധതി കൊണ്ട് നമുക്കുണ്ടായ വലിയ ഉപകാരങ്ങളിൽ ഒന്നായിട്ട് ഈ പദ്ധതിയെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. വലിയ ദൂരം കുറവാണ്. നമുക്കിപ്പോൾ വയനാട് താമരശ്ശേരി ചുരത്തിന്റെ ആ ദൈർഘ്യവും അവിടുത്തെ വലിയ ട്രാഫിക് ബ്ലോക്കും ഒക്കെ വയനാട്ടിലേക്ക് എത്താൻ മറ്റു വഴികളില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് ആ യാത്രാ ദുരിതം പരിഹരിക്കാനും വയനാടിന്റെ ടൂറിസം സാധ്യതകൾ ഉയർത്താൻ, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെയുള്ള ഒരു വലിയ പദ്ധതിയായി ഈ ടണൽ, നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ വികസനത്തിന്റെ തുരങ്കമായി തന്നെ ഈ തുരങ്ക പദ്ധതി മാറും. അല്പസമയത്തിനകം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗ് എത്തുമ്പോൾ സർക്കാർ എത്രത്തോളം ഒരു അഭിമാന പദ്ധതിയായി ഇതിനെ കണക്കാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി തന്നെ. ഇത് ആഗസ്റ്റ് മാസത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് ഈ പദ്ധതി സർക്കാർ എത്രത്തോളം അഭിമാന പദ്ധതിയായി കണക്കാക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായിട്ട് മാറുകയാണ് സ്മൃതി. ശരി, ഏതായാലും വികസനം, തുരങ്കത്തിലൂടെ എത്തുന്ന വികസനം എന്ന രൂപത്തിലാണ് വയനാടുകാർ ഇതിനെ കാണുന്നത്. വളരെ വേഗത്തിൽ ആ വികസന പാത സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും ഇന്നാണ് അതിന്റെ ഉദ്ഘാടനം. മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് നിർവഹിക്കാനിരിക്കുന്നത്.